ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല തരത്തിലുള്ള മുറുക്കും ഉണ്ട്. ഉഴുന്ന് പരിപ്പുണ്ട്, പൊട്ടുകടല കൊണ്ട് പലതിലും ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു മുറുക്കാണ്. എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുക എളുപ്പത്തിലുള്ള കാര്യങ്ങളത്. അപ്പോൾ അങ്ങനെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മുറുക്ക്. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കോട്ടൺ തുണിയാണ്, നനച്ച് പിഴിഞ്ഞിട്ടുള്ള തുണിയാണ്. ഇതിൽ ഒരു 200 ഗ്രാം ഗോതമ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചുറ്റി കെട്ടിയിട്ട് ഇത് ആവിക്ക് വെക്കണം. ആവിക്ക് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുറുക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പം കുഴക്കുന്ന വരെ കുഴച്ച് കഴിഞ്ഞാൽ അത് ചപ്പാത്തി പോലെ ആയിപ്പോൾ. അപ്പോൾ ഇത് ആവിക്ക് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആവില്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പിഴിയാൻ പറ്റും. മുറുക്കച്ചിലിട്ടിട്ട് പിഴിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആവിക്ക് വെക്കണം. ഇതിപ്പോൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കുക. ഒരു 20 മിനിറ്റ് മൂടി വെച്ചിട്ട് ആവി കൊള്ളിക്കണം. ഇത് 20 മിനിറ്റായി നല്ലോണം ആവി കൊണ്ടിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഇതെടുത്ത് പുറത്ത് വെച്ച് കുറച്ച് നല്ലോണം തണിയണം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കട്ട കിട്ടിയിട്ടില്ല. ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ട് 2 കറക്കൽ കറക്കി കഴിഞ്ഞാൽ നല്ല പൊടി പോലെ കിട്ടും. ഇത് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. നമുക്കിപ്പോൾ ലംസ് ഒന്നും ഇല്ലാണ്ട് കിട്ടിയിരിക്കുന്നുണ്ട്. ഇത് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഇതിന് എരിവിനനുസരിച്ചിട്ട് കൂടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിൽ ഒരു നുള്ള് കായപ്പൊടി ഇട്ടിട്ടുണ്ട്, ഫ്ലേവറിന് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നുള്ള് അയമോദകം, മുറുക്ക് ഉണ്ടാക്കുമ്പോൾ അയമോദകം ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് അധികം എടുക്കരുത്, ഒരു നുള്ള് മാത്രം എടുത്ത് കൈൻ്റെ വിരലുകൊണ്ട് നുറുക്കി ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂട്ടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അധികം ലൂസാകാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. അധികം കട്ടിയായി കഴിഞ്ഞാൽ പിഴിയാനും വിഷമമായിരിക്കും. മുറുക്കച്ചിൽ ഇട്ടിട്ട് പിഴിയടിക്കുന്നത് സോഫ്റ്റ് ആയിരിക്കണം, അധികം സോഫ്റ്റായി പോകാൻ പാടില്ല. ഇതിപ്പോൾ പാകമായിട്ടുള്ളതാണ്. കൈ വെക്കുമ്പോൾ ഇങ്ങനെ അമർന്ന് വരണം. ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മുറുക്കച്ചിൽ ഇടാം. ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഈ ചട്ടത്തിൻ്റെ പുറത്ത് പിഴിഞ്ഞിട്ട് എണ്ണയിലിടാം. ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. അധികം ബ്രൗൺ നിറം ആകാൻ പാടില്ല, കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വേഗം തന്നെ ബ്രൗൺ നിറം ആയിക്കളയും, പിന്നെ കരിഞ്ഞു പോകും. കരിയുന്നതിന് മുമ്പേ തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുക. നമ്മുടെ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണിത്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓളിലിടുക. ഓക്കെ, ബൈ.